പൊതുജനാരോഗ്യ മേഖലയെ സൗന്ദര്യവൽക്കരിക്കുന്നതിനും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലഭ്യമാവുന്ന ആക്സസ് ഉള്ള സൗകര്യങ്ങളാണ് ശരിക്കും പൊതുജനാരോഗ്യ മേഖല. പക്ഷേ വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചറുകളോ മറ്റു റിസോഴ്സുകളോ ഒന്നും ലഭ്യമല്ല എന്നുള്ളതാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ പോലും വർത്തമാന കാലത്തെ ചിത്രങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യമേഖല. മനുഷ്യന് ആരോഗ്യം നിലനിൽക്കുകയും അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചികിത്സ ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന, ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ലഭ്യമാവുന്ന സംവിധാനമാണ് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല. മെഡിക്കൽ കോളേജ് മുതൽ ഡിസ്പെൻസറി വരെയുള്ള, അല്ലെങ്കിൽ ഡിസ്പെൻസറി മുതൽ റഫറൽ ഹോസ്പിറ്റലുകളായ മെഡിക്കൽ കോളേജ് വരെയുള്ള വലിയ സംവിധാനങ്ങൾ. അതിൽ വ്യത്യസ്തമായൊരു മാതൃകയാണ് ഡോക്ടർ താഹിർ സാറ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത്, അതും ആദിവാസികളായ ആളുകൾ കൂടുതൽ പാർക്കുന്ന, വയനാട് എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പൊതുജനാരോഗ്യത്തിൻ്റെ, അവർക്ക് ചികിത്സ ലഭിക്കുന്നതിൻ്റെ കുറേ ചിത്രങ്ങളെ, കുറേ വാർത്തകളെ, കുറേ അനുഭവങ്ങളെ നമ്മുടെ മനസ്സുകളിലേക്ക് വരും. അത്തരം ഒരു സ്ഥലത്തുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ കുടുംബ ആലയത്തെ വളരെ ഭംഗിയായി, മാതൃകാപരമായി ജിമ്മും അതുപോലെ തെറാപ്പി സിസ്റ്റവും എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റലാക്കി മാറ്റിയ അനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മുടെ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ആകാവുന്നത്ര ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇതൊരു സംസാരിക്കുന്നതിന് ഉപരി ഒരു ഡിസ്കഷനാണല്ലോ. അപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം. നിങ്ങൾ എത്ര പേർക്ക് പനി വന്നിട്ടുണ്ട്? ഇന്ന് കൈവയ്ക്കിയാൽ മതി. എത്ര പനി വന്നിട്ടുണ്ട്? എല്ലാവർക്കും പനി. എന്താണ് നിങ്ങൾ പനിക്ക് കഴിക്കുന്നത്? അതിന് ഡോക്ടർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കോമൺ ഡ്രഗ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എന്താണത്? പാരസിറ്റമോൾ. ഈ പാരസിറ്റമോൾ ഒരു സർക്കാർ ആശുപത്രിയിൽ കൊടുത്താലും പനി മാറും, ഒരു സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊടുത്താലും പനിക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കൊടുക്കുന്നത് എന്താണ്? പാരസിറ്റമോളാണ്. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു PHCയിലോ ഒരു CHCയിലോ പോയാലും പനിക്ക് കൊടുക്കുന്നത് പാരസിറ്റമോളാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ പല ആളുകളും പനി വന്നു കഴിഞ്ഞാൽ എന്തിനാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടുന്നത്? അവരടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലോ താലൂക്ക് ആശുപത്രിയിലോ ഉസ്താദ് പറഞ്ഞ പോലെ റെഫറൽ ഹോസ്പിറ്റലോ ഒന്നും പോകാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എന്തിനാണ് ഓടുന്നത്? അതും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണത്. ഏറ്റവും കൂടുതൽ നമ്മളെ പോക്കറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ചെലവഴിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ ഒരു 800-1000 രൂപ ദിവസ കൂലിക്ക് പോകുന്ന ഒരു ആൾ, ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, അവരുടെ ഉപ്പ ഉമ്മ അടങ്ങുന്നൊരു കുടുംബം. ആ വ്യക്തിയായിരിക്കും ആ കുടുംബത്തിലെ ഇൻകം ജനറേഷൻ, അല്ലേ? ഇൻകം ഉണ്ടാക്കുന്ന ആ വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് 1-2 ദിവസം പനിച്ചു കഴിഞ്ഞാൽ, ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ
മൂന്നാം ദിവസം ചിലപ്പോൾ വീട്ടിൽ എളുപ്പം എന്തുണ്ടാവില്ല, ഭക്ഷണം വെക്കാനുള്ള അരി ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത്, വയനാട്. ഇപ്പോൾ നിങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ് ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ. ഇപ്പോഴും മോർ ദാൻ 80% ബിലോങ് ടു റൂറൽ കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ പൊതുജന ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങളൊരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ്. അതിനൊരു ഒന്നാമത്തെ കാരണം നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ട്. ഒരു പ്രാഥമിക ആരോഗ്യത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ബേസിക്കായി നിങ്ങൾക്ക് ലഭിക്കാൻ ചികിത്സ പോലും ലഭിക്കുന്നില്ല എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായിരുന്നു. നമ്മുടെ പല സർക്കാർ ആരോഗ്യ മേഖലയിലും ആവശ്യമായ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, മരുന്ന് കൊടുക്കാൻ ഫാർമസിസ്റ്റ് ഇല്ല, അതോടൊപ്പം തന്നെ ഇരിക്കാൻ നല്ലൊരു കസാല പോലും ഇല്ലാത്ത പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ സർക്കാർ സർവീസിലേക്ക് കയറിയത് തന്നെ വയനാട് ജില്ലയിലായിരുന്നു. അവിടെ ഞാൻ പനമരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ആ ജോലിക്ക് കയറിയത്. അവിടുന്ന് 3 വർഷം ജോലി ചെയ്ത് ഞാൻ ഇന്ന് നിലവിൽ ജോലി ചെയ്യുന്ന നൂൽപ്പുഴ ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിലും FBയിലും കാണാൻ കഴിയും. ജസ്റ്റ് ഫാമിലി ഹെൽത്ത് സെൻ്റർ നൂൽപ്പുഴ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, എല്ലാ വീഡിയോസും കാണാം. ഞാൻ പനമരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തിട്ട് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വന്ന ദിവസം, ആ ദിവസം ഒരിക്കലും എൻ്റെ ലൈഫിലെ മറക്കില്ല. ഒരു ജൂൺ 23, 2016 ഞാൻ പനമരത്ത് നിന്ന് നൂൽപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. വന്ന് പിറ്റേ ദിവസം ഞാൻ റൂമിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. കാരണം നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ആ പഞ്ചായത്ത് ഒരു വ്യത്യസ്തമായൊരു പഞ്ചായത്താണ്. കേരളത്തിൽ 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ്. ഒരു ഭാഗത്ത് തമിഴ്നാട്, മറുഭാഗത്ത് കർണാടക. 4ൽ 3 ഭാഗം കാടാണ്. ജനസംഖ്യയിൽ 50% മുകളിലുള്ള പാവപ്പെട്ട ആദിവാസി ജനങ്ങളാണ്. അവരടക്കം ആശ്രയിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു ഞാൻ വന്ന നൂൽപ്പുഴ FHC. അവിടെ വന്ന് ഞാൻ കരയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാർഡിലേക്ക് കയറിയപ്പോൾ ഒരു ബെഡ് പോലും ഇല്ലാതെ, ഒരു ബെഡ്ഷീറ്റ് പോലും കെടുക്കാതെ ഒരു പാവപ്പെട്ട ആദിവാസി യുവാവ് പനി പിടിച്ച് കിടക്കുകയാണ്. അവന് കൊടുക്കാൻ ഒരു ബെഡ് പോലും ഇല്ല. ബെഡ് കൊടുക്കാതെ ഇരുന്നതാണ്. കാരണം ആ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അത് തുടക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം കൊണ്ട് ബെഡും ഇല്ല, ബെഡ്ഷീറ്റും ഇല്ല. അങ്ങനെ ഒരു ചരിത്രം എൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. നമ്മുടെ ഈ സിസ്റ്റം, ഈ ഡെമോക്രാറ്റിക് കൺട്രി, നമ്മുടെ ഈ നാട്ടിൽ ഒരു ഹൈയാർക്കി ഉണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രാഥമിക ആരോഗ്യ മെഡിക്കൽ ഓഫീസറാണ്. എൻ്റെ മുകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുണ്ട്. അതിൻ്റെ മുകളിൽ 14 ജില്ലകളിലും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുണ്ട്. അതിൻ്റെ മുകളിൽ ഞങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആരോഗ്യ വകുപ്പ് ഡയറക്ടറുണ്ട്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഹെൽത്ത് സെക്രട്ടറി ഉണ്ട്. ഹെൽത്ത് സെക്രട്ടറിയുടെ മുകളിൽ നമുക്കൊരു മന്ത്രിയുണ്ട്, ആരോഗ്യ മന്ത്രിയുണ്ട്. മന്ത്രിയുടെ മുകളിൽ മന്ത്രിസഭയുണ്ട്. പിന്നെ 1995 ആണ് എല്ലാ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളിലെ നടത്തിപ്പ് അവകാശം തദ്ദേശ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്, പഞ്ചായത്തുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഒരു PHCയുടെ ഭരണം കൊടുത്തിരിക്കുന്നത് അവിടുത്തെ പഞ്ചായത്തിനാണ്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ CHCയുടെ ഭരണം കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനാണ്. ഒരു താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഭരണം കൊടുത്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റികൾക്കോ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ്. ഒരു ജില്ലാ ആശുപത്രിയുടെ ഭരണം കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ജില്ലാ പഞ്ചായത്തിനാണ്. ഇങ്ങനെ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളെ
അതാത് ഏരിയയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറിയിരിക്കുന്ന എന്തിനാണ്? അവിടുത്തെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനായിരുന്നു. അതോടൊപ്പം കാരണം ആ പ്രാദേശിക സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രിവാൻഡ്രത്തിരിക്കുന്ന ഒരു ആരോഗ്യ ഡയറക്ടർക്ക് ഇടപെടുന്നതിനേക്കാൾ ഉപരി ആ നാട്ടിലെ പ്രാദേശിക സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യമായ ഇടപെടലുകൾ അവിടെ നടത്താൻ കഴിയും. പക്ഷേ ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായിട്ട് പോലും, പഞ്ചായത്ത് രാജ് ആക്ടിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിട്ട് പോലും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടാൻ വളരെ വൈകിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കഴിഞ്ഞാൽ, ഒരു പനിയായിട്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പനിയായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു PHCയിലേക്കോ CHCയിലേക്കോ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ പനി എന്ന് പറയുന്നത് ഒരു ശാരീരികമായ പ്രയാസമാണ്. പക്ഷെ നിങ്ങൾക്ക് മാനസിക പ്രയാസം കൂടെ ഉണ്ടാവും. കാരണം ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത വിഷമം, അല്ലെങ്കിൽ ക്ലാസ് മിസ്സായ വിഷമം, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പനിയായിട്ട് നിങ്ങൾ പോകുമ്പോൾ ഒരു ഡോക്ടർ ഇരിക്കുന്ന ഒരു PHCയിൽ 100 ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ ആ 101ാമത്തെ ആളെ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ ഇരിക്കാനൊരു സൗകര്യമില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മാനസിക ഉള്ള പ്രയാസം വീണ്ടും വർദ്ധിക്കുകയാണ്. ആ സ്ഥാനത്ത് അവിടെ 2 ഡോക്ടർമാരുണ്ട്, നിങ്ങൾക്ക് ഇരിക്കാൻ നല്ലൊരു ഇരിപ്പിടമുണ്ട്, കാണാൻ TV ഉണ്ട്, കുടിക്കാൻ കുടിവെള്ളമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒരു അല്പസമാധാനം കിട്ടൂലേ അല്ലേ? ഒരു അരമണിക്കൂർ ഇരുന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓക്കെ അൽഹംദുലില്ലാ മരുന്ന് വാങ്ങി നിങ്ങൾക്ക് പോവാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പല PHCയിലും പോകുമ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഡോക്ടറെ കണ്ടു, ഡോക്ടർ എഴുതിയ 4 മരുന്നിൽ 3 മരുന്നും അവിടെ ഇല്ല, 1 മരുന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ലാബ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ലബോറട്ടറിയിൽ പോയി കഴിഞ്ഞാലോ ആ എഴുതിയ ടെസ്റ്റുകൾ ചെയ്യില്ല, പുറത്തുനിന്ന് ചെയ്യാൻ വരും. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പേഷ്യൻ്റ്, ആ വ്യക്തി പിന്നെ 2ാമത്തെ പ്രാവശ്യം എവിടെ വരില്ല, ആ സ്ഥാപനത്തിലേക്ക് പോവില്ല. സ്വാഭാവികമായിട്ടും അവൻ്റെ കയ്യിൽ 500 രൂപയാണോ 1000 രൂപ ആണോ, അവൻ നേരെ പോകുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ ക്ലിനിക്കിലേക്കായിരിക്കും. അവിടെ പോകുമ്പോഴോ നിങ്ങൾ കയറി ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളെ സ്വീകരിക്കാൻ ഒരു PR നിങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നിങ്ങളുടെ പേര് വയസ്സ് എഴുതി നിങ്ങൾക്കൊരു ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് തരുന്നു. നേരെ ഡോക്ടറുടെ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു നേഴ്സ് നിങ്ങളെ പരിശോധിക്കുന്നു, നിങ്ങളെ BP നോക്കുന്നു, ഷുഗർ നോക്കുന്നു, ഹൈറ്റ് നോക്കുന്നു, വെയിറ്റ് നോക്കുന്നു. നിങ്ങൾ രോഗങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നു. ടോക്കൺ സിസ്റ്റം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടോക്കൺ നമ്പർ ആകുമ്പോൾ ഡോക്ടറെ കാണുമ്പോഴത്തേക്കും ഡോക്ടറെ കമ്പ്യൂട്ടറിൽ എന്തുണ്ട്, നിങ്ങളെ രോഗവിവരങ്ങൾ നേരത്തെ കണ്ട സിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഡോക്ടർ വിളിക്കും. ആ സുഹൈലേ സുഖല്ലേ എന്ന് ചോദിക്കും. നമ്മളെന്താ വിചാരിക്കുക, ഡോക്ടർക്ക് നല്ല പരിചയം ഉണ്ടെന്ന്. നിങ്ങൾ പരിചയം ഉണ്ടായിട്ടല്ല, കാരണം നിങ്ങളെ പേരും ഇവരാൾക്ക് നേരത്തെ എന്തുണ്ട്, ഈ കമ്പ്യൂട്ടറിൽ സിസ്റ്റം അടിച്ചു വെച്ചിട്ടുണ്ട്. പനി തുടങ്ങിയിട്ട് 1 ആഴ്ച ആയില്ലേ സുഹൈലേ? സന്തോഷം, അവൻ്റെ അസുഖം 90% മാറി അല്ലേ, സ്വാഭാവികമല്ലേ? അപ്പോൾ ഡോക്ടർ അവനക്ക് എന്താ കൊടുക്കുന്നത്, ഒരു പാരസിറ്റാമോൾ കൊടുക്കും പനി കുറയാൻ. ചെറിയൊരു ജലദോഷം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ടാബ് സെട്രിസീനും കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, തിരിച്ചയച്ചു. അൽഹംദുലില്ലാ 2 ദിവസം മരുന്ന് കുടിച്ച് പൂർണ്ണമായിട്ട് മാറി. ഇതേ പാരസിറ്റാമോളും സെട്രിസീൻ തന്നെയാണ് നിങ്ങൾക്ക് എവിടുന്നും കിട്ടിയത്, ഈ PHCയിലും കിട്ടിയത്. പക്ഷെ നിങ്ങളെ പനി മാറിയോ? കുറഞ്ഞില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ആ സുഖം നമുക്ക് എവിടെ കിട്ടുന്നില്ല, നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഇടപെടലുകൾ ഞാൻ തുടക്കം കുറിച്ചത് അവിടെ നിന്നായിരുന്നു. ഒരു രോഗിക്ക് വേണ്ടത് മരുന്നിനോടൊപ്പം വേണ്ടത് അവൻ്റെ മറ്റു പല പ്രശ്നങ്ങൾക്കുള്ള ഇടപെടലുകളായിരുന്നു. അത് ആ സ്ഥാപനത്തിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തലാകാം, അവിടെ കൂടുതൽ ജീവനക്കാർ നിയമിക്കലാവാം, കൂടുതൽ എക്യുപ്മെൻറ്റ്സ് വെച്ച് ലബോറട്ടറി സൗകര്യം വർദ്ധിപ്പിക്കലാകാം, കൂടുതൽ മെഡിസിൻസ് എത്തിച്ച് അവർക്ക് പുറത്തേക്കുള്ള മരുന്ന് എഴുത്ത് കുറക്കുകയാകാം, അങ്ങനെ അനുബന്ധ പ്രവർത്തനങ്ങളാകാം. ഇതാണ് ഒരു പൊതുജനാരോഗ്യ മേഖലയിൽ ഞാൻ നടപ്പിലാക്കിയത്. ഇനി എനിക്ക്
അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. ഐ ആം ബൗണ്ട് ടു ഒബേ ദ ഗവൺമെൻറ് റൂൾസ്. ഒരു സർക്കാരിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ഞാൻ എന്നും എന്താ പറയുക, അതിന് തയ്യാറാവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ആശുപത്രി, ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലൊരു PHCയിൽ ഒരു മരുന്നില്ലെങ്കിൽ ലഭിക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് സമരം ചെയ്യുന്നോ അല്ലെങ്കിൽ ഡോക്ടറോ ചോദ്യം ചെയ്യുന്ന മുന്നേ അവിടുത്തെ ഭരണാധികാരികളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിന് ചുമതല ഉള്ള പഞ്ചായത്തിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരെ കാണുവാനോ സോഷ്യൽ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങളോട് ഇടപെടാനോ നമ്മൾ ആരും സമയം കണ്ടെത്താറില്ല. ഞാൻ വിചാരിച്ചാൽ ഈ സിസ്റ്റം നന്നാവില്ല എന്നൊരു ചിന്ത നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. ഞാൻ ഇങ്ങനെ സെക്ഷനിലേക്ക് വന്നെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇവിടുത്തെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അതാരും എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അത് ഒരാളെയും കുറ്റം കണ്ടെത്താനോ ജോലി ചെയ്യുന്നില്ല കണ്ടെത്താനോ അല്ല. ആ സ്ഥാപനത്തിൻ്റെ, അത് ആശുപത്രി ആയിക്കോട്ടെ, വില്ലേജ് ഓഫീസ് ആയിക്കോട്ടെ, പഞ്ചായത്ത് ഓഫീസ് ആയിക്കോട്ടെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന സംവിധാനവും അവിടെ ഉണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ കേരള സർക്കാർ, ഇപ്പോൾ നമുക്കറിയാം, പലതരത്തിലുള്ള ഫണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, കേരള സർക്കാരിൻ്റെ ഫണ്ട്, വേൾഡ് ബാങ്കിൻ്റെ ഫണ്ട്, അങ്ങനെ ധാരാളം ഫണ്ടുകൾ പല സോഴ്സുകൾ കൂടി നിങ്ങളെ പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ വഴി ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ളം, സ്കൂള്, ഇതെല്ലാ മേഖലയ്ക്കും ഫണ്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും ഉപയോഗം എന്ത് ചെയ്യുന്നില്ല, വിചാരിക്കുന്ന തരത്തിൽ താഴെ തട്ടിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആശുപത്രിയിൽ ചെയ്തതെന്ന് പറയുന്നത്, അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതൊപ്പം ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ കൂടി അവിടെ കൊണ്ടുവന്നു. ഒറ്റ ലക്ഷ്യമായിരുന്നു, പാവപ്പെട്ടവനും പണക്കാരനും ഒരേ പരിഗണന കൊടുക്കുക. ഇപ്പോൾ പൈസ ഉള്ള ഒരു ആൾക്ക് നമ്മൾ കോഴിക്കോട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ ഏതു ആശുപത്രി പോയി കഴിഞ്ഞാലും ലക്ഷങ്ങൾ മുടക്കി അയാൾക്ക് ചികിത്സ ലഭിക്കും. പക്ഷെ അതേ അസുഖം ഒരു സാധാരണക്കാരനാണ് വരുന്നെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവൻ പിന്നോട്ട് വലിഞ്ഞ് പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പിൻവലിയുന്ന സമയം. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾക്ക് എന്ത് വേണം, ഒരു മെച്ചപ്പെട്ട ഒരു പൊതുജന ആരോഗ്യ മേഖല വളർത്തിയെടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നൂൽപ്പേ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. സാറ് പറഞ്ഞു വന്നത്, ഒരു ഡോക്ടർക്ക് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, സൗകര്യങ്ങൾ വരേണ്ടതുണ്ട്. അതിലൊന്ന് ജനങ്ങളുടെ അവയർനെസ്സാണ്. ലോക്കൽ ബോഡീസാണ്, പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് ഓരോ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഭരണം, അതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളത്. ഇത് സർക്കാർ ഫണ്ടുണ്ട്, മറ്റ് കോർപ്പറേറ്റ് ഫണ്ടുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് വികസിപ്പിക്കാൻ സാധിക്കും. രണ്ട് കാര്യങ്ങളാണ്. അന്ന് ഇതിൻ്റെ അധികാരികളും ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ടീം കൂടിയായ ലോക്കൽ ബോഡീസിനെ ഇത് നിരന്തരം ഓർമ്മപ്പെടുത്തുക എന്നുള്ള, ജനാധിപത്യത്തിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുകയും അത് അറിയിക്കുകയും സമരത്തിലേക്ക് വേണമെങ്കിൽ അത് എത്തുന്ന രൂപത്തിൽ, അല്ലാതെ തന്നെ കാര്യങ്ങൾ പലപ്പോഴും വിജയിക്കും. അങ്ങനെയുള്ള ജനങ്ങൾ ബോധവാന്മാരാണെങ്കിൽ നടത്താവുന്നതാണ് എന്നാണ്, നമ്മുടെ നാടിനെ വികസിപ്പിക്കാവുന്നതാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മറ്റൊന്ന്, തിക്താനുഭവങ്ങളുടെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെയും അതുപോലെ അതൊരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെയും മാനവികമായ ഇടപെടലുകളാണ്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ എത്തുന്നു, അവിടെ പനിച്ച് വിറച്ച് കിടക്കുന്ന ഒരാളെ കാണുന്നു.
അദ്ദേഹത്തിന് വിരിപ്പ് പോലും കൊടുക്കുന്നില്ല. ആ ബെഡ്ഷീറ്റ് കൊടുക്കാതിരിക്കാനുള്ള കാരണം മൂത്രം ഒഴിച്ചു പോകുമെന്ന ഭയമാണ് എന്ന് പറയുമ്പോൾ നമ്മയൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഇത് ഒരു സ്ഥലത്തെ യാഥാർത്ഥ്യമായിരിക്കില്ല, ഒരുപാടിടങ്ങളിലെ യാഥാർത്ഥ്യമായിരിക്കും. ഇതിൽ നമ്മളെന്ത് ചെയ്യണമെന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഇതിന് ശേഷമുള്ള ജനങ്ങളിൽ നിന്നുള്ള, രോഗികളിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക്, അവരുടെ പ്രതികരണം സാറ് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് പറയാമെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ നൂൽപ്പുഴയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടീം വർക്കിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2018 ഏറ്റവും മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയ അവാർഡ്, നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിൽ 98% മാർക്ക് വാങ്ങി ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്തുള്ള PHC ആയിരുന്നു ഞങ്ങൾ. 2 പ്രാവശ്യം ഞങ്ങൾക്കത് NKS അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ കായകൽപ്പ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം കേരള സർക്കാരിൻ്റെ ആർദ്ര പുരസ്കാര അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മികച്ച നിർവഹണ ഉദ്യോഗസ്ഥനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റ് പല പുരസ്കാരങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു രോഗീൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു അൽഹംദുലില്ലാ മോനെ നിൻ്റെ ദുആയിൽ എന്ന് ഉൾപ്പെടുത്തുമെന്ന് പറയുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഒറ്റ സംഭവം പറയാം. ഞാൻ ഈ വികസനമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു അബൂക്ക എന്ന് പറയുന്ന ഒരു ശ്വാസം മുട്ടുള്ള ഒരു രോഗി ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം മരിച്ചുപോയി. അപ്പോൾ തുടക്കത്തിൽ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു, അതിൽ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഞങ്ങൾ ആശുപത്രിയിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു ഇന്ത്യൻ ടോയ്ലറ്റാണ്, ലാട്രിനാണ്. അപ്പം ഇത് വാർഷിക മെയിൻ്റനൻസ് ഒന്നും നടത്താത്തത് കൊണ്ട് ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യും. അപ്പം ആ ഫോട്ടോ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല, അത്രക്കും ദയനീയ അവസ്ഥയാണ്. അപ്പം ഈ അബൂക്കാക്ക് ശ്വാസം മുട്ടാണ്. അപ്പോൾ ഒന്നാമത് ശ്വാസം മുട്ടുന്ന ആൾക്ക് എന്താ ബോഡി എപ്പോഴും ഫിറ്റ് ആയിരിക്കില്ലല്ലോ, ഇങ്ങനെ വിറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പുള്ളി ടോയ്ലറ്റിൽ പോയപ്പോൾ ആ മലം എന്തായി, ഈ പുള്ളിക്ക് ഇരിക്കാനും പറ്റുന്നില്ല. ഈ ടോയ്ലറ്റ് ആണെങ്കിൽ ഷെയ്ക്കിംഗ് ആണ്, ഇന്ത്യൻ ലാട്രീനാണ്. പുള്ളി അവിടെ ഇരുന്നപ്പോൾ ആ മലം മൊത്തം അവിടെ സ്പ്രെഡായി. അപ്പോൾ പുള്ളി തിരിച്ചു വന്നതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ OPയിലേക്ക് ഓടി വന്നിട്ട് പറയാണ്, ഇപ്പോൾ തന്നെ അബൂക്കനെ റെഫർ ചെയ്യണം, അല്ല ഒരു വൃത്തിയില്ല, അയാളെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് അയാൾ ശ്രദ്ധിക്കുന്നില്ല കാരണം. അപ്പം സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് അബൂക്ക ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട് ടോയ്ലറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഏത് ടോയ്ലറ്റ് എന്ന് ചോദിച്ചേ. അത് എന്ത് വൃത്തികേടാക്കാനാ, അത് ഓൾറെഡി വൃത്തികേടാണ്, ഞാൻ എന്ത് വൃത്തികേടാക്കാനാന്ന് ചോദിച്ചാൽ. അവിടെ നിന്ന് കാരണം അത് അത്രക്കും ഒരു വിഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ ഈ അബൂക്ക മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആവും. അപ്പോൾ പുള്ളി ഒരു 1 വീക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡിസ്ചാർജായി പോയി. കാരണം പുള്ളിക്ക് മികച്ച ചികിത്സ കൊടുത്താൽ നന്നായിട്ട് ഇമ്പ്രൂവ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പുള്ളിയുടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും പരാതികൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഈ സ്ഥാപനത്തിലേക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ പതുക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നന്നാക്കി കൊണ്ടുവന്നു, ടോയ്ലറ്റ് റിപ്പയർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ട്, അത് മരിക്കുന്നതിന് 2 മാസം മുന്നേ, അത് വീണ്ടും അഡ്മിറ്റായ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഡോക്ടറെ ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് ഈ ആശുപത്രിയിൽ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്, ഡോക്ടർ പടച്ചോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അസമനങ്ങൾ കണ്ണ് നിറഞ്ഞു പോയ സംഭവമായിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞ്, കാരണം എനിക്കവിടെ കൂടുതൽ നല്ല ട്രീറ്റ്മെൻറ്റ് പുള്ളി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ ആ ക്വാളിറ്റി കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞതിലാണ് എനിക്ക് ആ പുള്ളിയുടെ പ്രാർത്ഥന കിട്ടുന്നത്. അതോടൊപ്പം തന്നെ പല മേഖലയിലും ഇപ്പോൾ അവിടെ ഫിസിയോതെറാപ്പി ഉണ്ട്, ഡെൻ്റൽ ഉണ്ട്, ഗർഭിണികൾക്കുള്ള റെസ്റ്റ് ഹൗസ് ഉണ്ട്, പിഞ്ചു മക്കൾക്കുള്ള പോഷകാഹാര പ്രോഗ്രാമുണ്ട്. ഏത് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും അവിടെ വന്നു പോകുന്ന ആളുകൾ ലാസ്റ്റ് കൈ പിടിച്ചിട്ട് പറയുന്ന ആ ഒരു ദുആ ഉണ്ടല്ലോ, അതിനും വലിയൊരു സമ്മാനം എനിക്ക് എന്താ പറയുക എൻ്റെ ലൈഫിൽ വേറെ കിട്ടിയിട്ടില്ല.
ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ തുടങ്ങിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യ വെപ്പ് പല്ല്. ആ പ്രൊജക്റ്റ് പേര് സ്മൈൽ എന്നാണ്. സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് പുഞ്ചിരി. പക്ഷെ അതിന് ഫുൾ ഫോം ഉണ്ട്, സ്വീറ്റ് മെമ്മറീസ് ഇൻ ലൈഫ് ഓഫ് എൽഡർലി. സ്വീറ്റ് മെമ്മറീസ് ഇൻ ലൈഫ് ഓഫ് എൽഡർലി ആ പ്രൊജക്റ്റ് ഞാൻ ഇട്ട പേരാണത്. അപ്പോൾ നിങ്ങളെ വീട്ടിലും അയൽപക്കത്തൊക്കെ ധാരാളം പ്രായം കഴിഞ്ഞ ആളുകളുണ്ടാവും അല്ലേ? 60 വയസ്സ് കഴിഞ്ഞ് ആളുകളൊക്കെ ഉണ്ടാവും. ഷുഗർ, കൊളസ്ട്രോള്, BP അല്ലെങ്കിൽ പക്ഷാഘാതം ധാരാളം ആളുകളുണ്ടാവും. ഇവരൊക്കെ ദിവസേന 5 or 6 ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കും, ഇൻസുലിൻ അടക്കം എടുക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഇവർക്കൊക്കെ ഒന്നും വായിൽ പല്ലുണ്ടാവില്ല കുറേ ആളുകൾക്ക്. പക്ഷെ ഇവർക്ക് ഇവരുടെ ആരോഗ്യം നിലനിർത്താനുള്ള പോഷകമായ ആഹാരം കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും നമ്മളെപ്പോലെ. പക്ഷെ നമ്മളാണെങ്കിലും അവിടെ മക്കളാണെങ്കിലും വലിയപ്പല്ലേ, 60 വയസ്സായില്ലേ, ഇനി എന്ത് ഭക്ഷണം കഴിക്കാനാണ്, ഇത്രയൊക്കെ പോട്ടെ, നമ്മളെന്ത് ചെയ്യില്ല. അവർക്ക് പല്ല് വേദനയല്ല പ്രശ്നം, അവർക്ക് ചവച്ചരച്ച പല്ലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിഷമം എൻ്റെ OP വന്ന ഒരു വല്യപ്പത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇവരുടെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഇടയിലുള്ള ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളതും ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് ലോക്കൽ ബോഡീസിൻ്റെ പഞ്ചായത്തിൻ്റെ സപ്പോർട്ടോടു കൂടി സ്മൈൽ എന്ന പ്രൊജക്റ്റ് ഞാനിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് ആദ്യത്തെ 5 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യ ഒപ്പല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പദ്ധതി പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് മിനിയാന്നൊരു ടീം വന്നു, ഒരു ഡോക്ടറും ടീമും. അപ്പം ആ ഡോക്ടറോട് ഈ ഫസ്റ്റ് പല്ല് വെച്ച ഈ വല്യപ്പ പറയാണ്, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് കടല ചവച്ച് കഴിക്കാൻ കഴിയുന്നുണ്ട് ഡോക്ടറേന്ന്. മരുന്ന് പിടിക്കാൻ പറ്റുന്നല്ല വല്യപ്പ പറയുന്നത്, കടല ചവച്ചരച്ച് കഴിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട് എനിക്കിപ്പം. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതും. അതിൻ്റെ വിജയം എന്താണെന്നുള്ളതാണ് ആ ഡോക്ടർക്ക് മുന്നിൽ ആ വലിയപ്പ തുറന്നു പറഞ്ഞത്. സാറ് പ്രചോദനങ്ങളെ ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുത്തിൽ പ്രതിഫലം കിട്ടുക എന്നുള്ളത്. അതാണ് എപ്പോഴും ഈ വാക്കുകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ പടച്ചവൻ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്ന പ്രയോഗത്തിൽ നിന്ന് നമ്മൾ ഒരു വിശ്വാസിക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആവുന്ന ഒരു വലിയ ആശയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. ഇതിൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിനേക്കാളും അപ്പുറമാണ് നുൽപ്പുയ എന്ന ഗ്രാമം നമ്മുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പലപ്പോഴും മൈസൂരോ അല്ലെങ്കിൽ വയനാട്ടിലോ, ഇനി വയനാട്ടിൽ നിന്ന് തിരിച്ചിട്ട് കോഴിക്കോട്ടേക്ക് ബസ് കയറിയാൽ, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ പോകുന്ന ബസ്സിൽ ഒരു പക്ഷേ നമ്മുടെ സീറ്റിൽ ഇവരിക്കരുത് എന്ന് വിചാരിക്കുന്ന രൂപത്തിലുള്ള ആളുകളാണ് കുറേ ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സക്ക് വരിക. എന്നാൽ അത്തരം ആളുകളെ നേരത്തെ ഒരു ടോയ്ലറ്റ് അനുഭവമൊക്കെ പറഞ്ഞു, ഇത് വളരെ കൃത്യമായിട്ട് ആതുര രംഗത്ത് പ്രവർത്തിക്കുന്ന ജനസേവകർ, നമ്മളൊരു പക്ഷേ ഡോക്ടർ എന്ന് പറയുന്ന ഒരു എലൈറ്റ് പീപ്പിള്, അവർ മൾട്ടി സുഖങ്ങൾ അനുഭവിക്കുന്ന, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വപ്നമാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് എജെ ക്രോണിക്കിളിനെ പോലെയുള്ള ചില ആളുകളെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. പക്ഷെ പുതിയ കാലത്ത് ഇത് വ്യാപകമാക്കാൻ, ഒന്ന് ഫണ്ടിനെ കുറിച്ച്, മറ്റൊന്ന് ഇത് മെഡിക്കൽ ഡോക്ടർമാരിൽ ബോധവൽക്കരിക്കുന്നതിനെക്കുറിച്ച്, ആതുരാലയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ബോധവൽക്കരിക്കുന്നതിനെക്കുറിച്ച്, അതിനേക്കാളും അപ്പുറം ഓരോ ഗ്രാമങ്ങളിലെയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനെക്കുറിച്ച് പല ആശയവും ഡോക്ടറെ അടുത്തുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീന് പറഞ്ഞ മുന്നേ ഫസ്റ്റ് പ്രിവെൻഷൻ ഉണ്ട് അല്ലേ, രോഗം വരാതെ നോക്കുക, പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക, പിന്നെ റീഹാബിലിറ്റേഷൻ. ആ 3 ഘട്ടമായിട്ട് നമുക്ക് അതിനെ തിരിക്കാം ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതശൈലി രോഗമായിക്കോട്ടെ, പകർച്ചവ്യാധികളായിക്കോട്ടെ, ഇതിനാവശ്യമായ ബോധവൽക്കരണം കൊടുക്കുക.
ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഭാഗത്ത് ആധുനിക ചികിത്സാ രീതികൾ അവരുടെ കൈപ്പറിൽ ഒതുങ്ങുന്ന രൂപത്തിൽ അവർക്ക് ഒരുക്കി കൊടുക്കുക. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് റീഹാബിലിറ്റേഷൻ ഭാഗം. അത് നമ്മൾ ഇപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു വിഭാഗമാണ് റീഹാബിലിറ്റേഷൻ, അത് പാലിയേറ്റീവ് കെയർ. അപ്പോൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ പ്രൊമോഷൻ, രോഗം വരാതെ നോക്കാനുള്ള കാര്യങ്ങൾക്കുള്ള ബോധവൽക്കരണം. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു മെഡിക്കൽ ഓഫീസർ അണ്ടറിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്, ഒരു പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഉണ്ട്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാ വർക്കർമാർ, അതുപോലെ തന്നെ വളണ്ടിയേഴ്സ്, പാലിയേറ്റീവ് വളണ്ടിയേഴ്സ്, അങ്ങനെ ഇത്തരം ആളുകൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങൾ കൊടുത്ത് അവരെ ഫീൽഡിലേക്ക് പറഞ്ഞയച്ച് ആ ജനങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓരോ വാർഡുകളിലും സാനിറ്റേഷൻ കമ്മിറ്റികളുണ്ട്. നിങ്ങളെ പഞ്ചായത്തുകളിൽ എത്ര പേര് ആ കമ്മിറ്റിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? വേൾഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീയെ കുറിച്ച് അറിയും. ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം ആ വാർഡിലെ എത്ര പോപ്പുലേഷന് മാക്സിമം പോലെ 1000 അല്ലെങ്കിൽ 1500 അല്ലേ? വയനാടൊക്കെ ഞങ്ങൾക്ക് 1500-2000 പേര് മാക്സിമം ഉള്ളൂ. ആ വാർഡിലെ പൊതുജനാരോഗ്യ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വർഷം 25,000 രൂപ കിട്ടുന്നുണ്ട്. 10,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, 10,000 രൂപ ശുചിത്വ മിഷൻ്റെ ഫണ്ട്, 5,000 രൂപ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട്. ഒരു 25,000 രൂപ വെച്ചിട്ട് ആ വാർഡിലെ വേണ്ട ആവശ്യമായ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഓട വൃത്തിയാക്കാൻ, പൊതു കിണറിന് നെറ്റിടാൻ, പകർച്ച നിയന്ത്രിക്കാൻ ആവശ്യമായ ക്ലീനിങ് പ്രവർത്തനം, ഗ്ലൗസ് വാങ്ങിക്കൊടുക്കുക, അങ്ങനെ എന്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് ചിലവഴിക്കാം. ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആ വാർഡ് മെമ്പറാണ്. അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് ആ പൊതുജനാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന നേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ ആണ് ഇതിൻ്റെ കൺവീനർ. ഇങ്ങനൊരു കമ്മിറ്റിയിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് അറിയാം? എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല. ഈ കമ്മിറ്റി അവർ കൂടുന്നു, 5-6 പേര് ഒപ്പിടുന്നു, മിനിസാക്കുന്നു, ഫണ്ട് ചെലവഴിക്കുന്നു, ഞങ്ങൾക്ക് റിപ്പോർട്ട് തരുന്നു. പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അതിനടുത്തുള്ള സബ് സെൻ്ററുകൾ, ഇപ്പോൾ സബ് സെൻ്റർ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ വലിയ ബോർഡ് കാണാൻ. നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ പല സബ് സെൻ്ററുകൾ പേര് മാറിയിട്ടുണ്ട്, ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതെന്തോ ആകട്ടെ. അപ്പോൾ ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങളെ പഞ്ചായത്തിൽ 50% ആളുകൾ ആദിവാസികളാണ്. അവരൊരിക്കലും എന്താഗ്രഹിക്കുന്നില്ല, അവരുടെ പഞ്ചായത്ത് വിട്ട് ദൂരേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത വിഭാഗപ്പെട്ട ആളുകളാണ് അവിടുത്തെ ആദിവാസി വിഭാഗപ്പെട്ട ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതോടൊപ്പം നമ്മുടെ പൊതുജനാരോഗ്യ മേഖല കൂടി കൂടുതൽ സേവനം കിട്ടണമെങ്കിൽ ഇതുപോലത്തുള്ള വാർഡ് കമ്മിറ്റികൾ പോലുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഊർജിതപ്പെടുത്തണം. ഇതിലൊന്നുകൂടി ഞാൻ വ്യത്യസ്തമായൊരു ആംഗിളിലേക്ക് കൊണ്ടുപോവാണ്. ഇന്ന് ആരോഗ്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മളുടെ ഭക്ഷണത്തിൻ്റെ, ജീവിതശൈലിയുടെ, അതുപോലെ കീടനാശിനിയുടെ, പച്ചക്കറി, ഇതുപോലുള്ള സാധനങ്ങൾ, ഇത് വളരെ കുറഞ്ഞൊരു ഏരിയയും കൂടിയാണല്ലോ ഇപ്പോൾ ആദിവാസി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനൊരു സാധനം ഡോക്ടർ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന ഒരു പഞ്ചായത്താണ് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്ര നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. അവിടെ ധാരാളം ക്ഷീര കർഷകരുണ്ട്, നെൽ കർഷകരൊക്കെ ഉണ്ട്. അപ്പം ഈ ഭക്ഷണത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടാതിരിക്കുക, ഈ ഇഷ്യൂസൊക്കെ മറ്റു സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ ഞങ്ങളെ പഞ്ചായത്തിലുണ്ട്. പക്ഷേ അത് ഒരു പരിധി വരെ കുറക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തുള്ള ഈ സാനിറ്റേഷൻ കമ്മിറ്റിയിലെ പ്രവർത്തനത്തിലൂടെയാണ്. അതുമാത്രമല്ല, പിന്നെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ലഹരികളുടെ അമിത ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളിൽ ആൽക്കഹോള്, പാൻ ചൂയിങ്,
ടുബാക്കോ ചൂയിങ്, ഇതൊക്കെ സുലഭമായി ലഭിക്കുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ് നൂൽപ്പുഴ. കാരണം ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ 2 പഞ്ചായത്തിൻ്റെ ബോർഡറാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. കേരളത്തിൽ ചാരായവും പാനും ഒക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ബോർഡർ കടന്നു കഴിഞ്ഞാൽ സുലഭമായി അവർക്കത് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവിടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ചലഞ്ച് തുടക്കത്തിൽ അവരുടെ ഭാഷ തന്നെയായിരുന്നു. കാരണം പല ആദിവാസികൾക്കും അവിടെയായ ഭാഷകളുണ്ട്. അപ്പോൾ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വ്യത്യസ്തമായിട്ടൊരു നൂതന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചത്, ഗോത്ര ആരോഗ്യ സ്പർശം എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട്, ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ. ആ പെൺകുട്ടിക്ക് ട്രെയിനിങ് കൊടുത്തു. അത് +2 വരെ പഠിച്ച പെൺകുട്ടിയായിരുന്നു. ട്രെയിനിങ് കൊടുത്തിട്ട് പറഞ്ഞു, മകളെ നീ കോളനിയിൽ പോയിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഇവർക്ക് ബോധവൽക്കരണം കൊടുക്കണം, ലഹരിക്കെതിരെ, അതോടൊപ്പം തന്നെ ക്ഷയരോഗത്തെതിരെ, ലെപ്രസിക്കെതിരെ. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ അണ്ടർ 18 മാരേജ് ആയിരുന്നു. പെൺകുട്ടികൾ ഉണ്ടാവുന്ന എന്താ പറയുക വിവാഹങ്ങൾ, ശൈശവ വിവാഹങ്ങൾ. ഇത് വലിയൊരു പ്രശ്നമാണ് ആദിവാസി മേഖല. കാരണം അവരുടെ കൾച്ചറിൽ അത് അലൗഡാണ്. പക്ഷെ നമ്മുടെ ലോ എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു, അവിടുത്തെ 8 പഠിക്കുന്ന, 9 പഠിക്കുന്ന, 10 പഠിക്കുന്ന, +1 +2 ഈ ക്ലാസ്സുകളിലെ പെൺകുട്ടികൾക്ക് ആവശ്യ ബോധവൽക്കരണം കൊടുത്തു. ഞങ്ങൾക്ക് നന്നായിട്ട് ഈ ശൈശവവിവാഹം തടയാനും ഇവർക്ക് ബോധവൽക്കരണം കൊടുക്കാനും, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കണ്ടുവരുന്ന എലിപ്പനി, ഡെങ്കിപ്പനി ഇത് കൂടുതൽ കണ്ടുവന്നിരുന്നത് ഈ ആദിവാസി മേഖലയിലെ ട്രൈബൽ ബെൽറ്റിലായിരുന്നു. ഇതെല്ലാം കുറയ്ക്കാൻ ഞങ്ങൾക്ക് ഈ പദ്ധതിയോട് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് ആരോഗ്യം മാത്രമല്ല, സാമൂഹിക പരിഷ്കരണം കൂടി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഡ്രഗ് അഡിക്ഷൻ പോലുള്ള നമുക്കൊരു പുതിയ അറിവ് ലഭിക്കുന്നത് പോലെയാണ് നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ വാർഡുകളിൽ ആരോഗ്യ കമ്മിറ്റികൾ ഉണ്ട് എന്നുള്ളത്. അതുപോലെ പുതിയ ഹോസ്പിറ്റലുകളുടെ പേര് പോലും മാറ്റി വെൽനസ് സെൻറ്റർ. എന്തായിരിക്കും ഈ വെൽനസ് സെൻറ്റർ എന്നാക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശമാവോ? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ മരുന്നുണ്ട്, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. ഇനി വെൽനസ് പ്രവർത്തനങ്ങൾ, രോഗം വരാതിരിക്കാനും അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനുള്ള പ്രവർത്തനങ്ങളും കൂടി മുൻഗണന കൊടുക്കണം. എന്നാൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്ന വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞങ്ങൾ നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈ വെൽനസ് പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാകമായിട്ട് കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, സ്ത്രീകൾക്കുള്ള പെൺമ എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്, യുവാക്കൾക്കുള്ള ജിംനേഷ്യം ഉണ്ട്, വയോജനങ്ങൾക്കുള്ള വയോജന കോർണറുണ്ട്. ഈ വയോജന കോർണർ ഉദ്ദേശിക്കുന്നത് എന്നും വൈകുന്നേരങ്ങളിൽ പ്രായമുള്ള ആളുകൾക്ക് അവിടെ വന്നിരുന്ന്, പണ്ടത്തെ ഒരു ഇന്ത്യൻ കൾച്ചറാണ്, ഇന്ത്യൻ ബനിയൻ കൾച്ചർ എന്ന് പറയും. പണ്ടൊക്കെ ആൾത്തറയിലായിരുന്നു പഞ്ചായത്ത് മീറ്റിംഗ് കൂടിയുന്നത്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ആൾത്തറ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവിടെ സ്വകാര്യ നിമിഷങ്ങൾ അവർക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ പെൺമ എന്നൊരു കോൺസെപ്റ്റും കൂടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവായിട്ട് വെൽനസ് പ്രവർത്തനത്തെ കുറിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നൂൽപ്പുഴ ആ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ അവിടെ സംവിധാനങ്ങളില്ലാത്ത ഒരു ഘട്ടത്തിലേക്കാണ് സാറ് പോകുന്നത്. അതിൻ്റെ ശേഷം ഒരു സെൻട്രൽ അവാർഡുകളൊക്കെ, കേന്ദ്ര അവാർഡുകളൊക്കെ ലഭിക്കുന്ന തരത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന ഒട്ടനേകം പ്രതിസന്ധികളുണ്ടാകും. ഇപ്പം ഈ ഹോസ്പിറ്റൽ ലോബികളുണ്ടാകും, പിന്നെ ലോക്കൽ ബോഡീസിൽ നിന്ന് തന്നെ ഒട്ടേറെ പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളെ ഒന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. സർക്കാരിൻ്റെ ചട്ടക്കൂട്ടങ്ങളിൽ നിന്ന് ജോലി ചെയ്യാൻ വില്ലിങ്ങായ ആളാണ്. ഏതൊരു മേഖല എന്നാൽ തന്നെ പോലും നമ്മളൊരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെയോ അതിൻ്റെ ഭൗതികത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനൊന്നും വേണ്ട, ഇതിനൊരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ തളർത്തിയ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നൂൽപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കണം,
ഈ ജീവനക്കാരെ ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഹോസ്പിറ്റലിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ മാർച്ചിലേക്ക് വന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞത്, ഞാൻ ജോലി ചെയ്യുന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ പഞ്ചായത്തിലാണ് നൂൽപ്പുഴ. എനിക്ക് ഇനി കാസർഗോഡ് വർക്ക് ചെയ്താലും ഇടുക്കിയിൽ വർക്ക് ചെയ്താലും എനിക്ക് യാതൊരു മടിയില്ല, ഞാൻ എവിടെ പോകാനും തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടാൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് എൻ്റെ തിരൂരുള്ള എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ അയൽവാസികൾക്കല്ല, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങൾക്കാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ ധാരാളം പ്രതിസന്ധി എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ചില നിമിഷങ്ങളിൽ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോയാലെന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് നമ്മുടെ പ്രാസ്ഥാനികത്തിലുള്ള നമ്മുടെ ഉസ്താദുമാരും സുഹൃത്തുക്കളും തന്നെയാണ്. ഇതൊരു നമുക്കെന്തേ പറയാം, ഇവിടെ മാത്രമല്ല നമ്മുടെ ആഗ്രഹം രക്ഷപ്പെടാവുന്ന കാര്യങ്ങളാണ് ഡോക്ടർ ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞ് എനിക്ക് ഊർജം നൽകിയതും നമ്മളെ ഈ പ്രാസ്ഥാനിക കുടുംബം തന്നെയാണ്. ഇവിടെ സാറ് സർക്കാർ ഹോസ്പിറ്റലുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും പല ആളുകളും സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മടിക്കുന്നുള്ള പ്രധാന പ്രശ്നം അവിടെയുള്ള ഡോക്ടർമാർ പലപ്പോഴായിട്ട് പേഷ്യൻസിനെ അത്രത്തോളം പരിഗണിക്കുന്നില്ല എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് അവിടെ സാലറി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ അത്രത്തോളം പരിഗണിക്കേണ്ടതില്ല എന്നൊരു ആശങ്ക പേഷ്യൻസിന് പലപ്പോഴും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം നിലനിൽക്കുന്നതാണ്? നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആവശ്യമായ മാനസിക വിശേഷി ഇല്ല എന്നുള്ളതാണ്. അത് ഡോക്ടർമാരുടെ എണ്ണത്തിലായിക്കോട്ടെ, നഴ്സുമാരുടെ എണ്ണത്തിലായിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരായിക്കോട്ടെ. അപ്പം ഇതിന് ആവശ്യമായ ജീവനക്കാരില്ല. അപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു ഡോക്ടർ എത്ര രോഗികളെ പരിശോധിക്കണമെന്ന് ഒരു കറക്റ്റ് കണക്ക് പറയാം. ഒരു മണിക്കൂറിൽ ചിലപ്പം 30 പേരെ അല്ലെങ്കിൽ 20 പേരെ ഒക്കെ നോക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യക്ക് പുറത്തൊക്കെ. പക്ഷെ ഇവിടെ ഒരു മണിക്കൂറിൽ ചിലപ്പം 70, 80, 100 പേര് നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഡോക്ടർ എന്ത് ചെയ്യും, ആ നോക്കുന്ന രോഗിയോടുള്ള ടൈം കുറഞ്ഞു പോകുന്നുണ്ട്. അതൊരു സത്യമാണ്. അപ്പം ഇതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വരുത്തിയ മാറ്റം എന്ന് വെച്ചാൽ, കേരള സർക്കാർ അതൊരു ഒരു സ്ഥാപനത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം കുറവായതിനാൽ തദ്ദേശ വകുപ്പിന് സപ്പോർട്ടോട് കൂടി ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ജീവനക്കാരെ നിയമിച്ചിട്ടാണ് ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചത്. പക്ഷേ 1-2 പേര് തെറ്റ് വരുത്തുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല. റോപ്പിൽ സമയത്ത് വരുന്നില്ല, അല്ലെങ്കിൽ രോഗികളെ സമയത്ത് പരിശോധിക്കുന്നില്ല, 9 മണിക്ക് തുടങ്ങേണ്ട ഒപ്പിയിലും 10 മണിയായ ഡോക്ടർമാർ എത്തുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്ന് കേരളത്തിൽ പല ഭാഗത്തുണ്ട്. എന്നാൽ പോലും 90% ഡോക്ടർമാരുടെ ജീവനക്കാരും കൃത്യസമയത്ത് ജോലിക്ക് എത്തുകയും ആവശ്യമായ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം പോലെ ചില ജില്ലകളിലൊക്കെ നമ്മുടെ ജനസംഖ്യ ഭയങ്കര കൂടുതൽ. അതിന് ആനുപാതികമായിട്ട് പല ആരോഗ്യ കേന്ദ്രങ്ങളും എന്തില്ല, ഡോക്ടർമാർ മറ്റ് ജീവനക്കാരില്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, രാവിലെ 9 മണിക്ക് തുടങ്ങിയ OP 2 മണിക്കാണ് സാധാരണ ഡോക്ടർ ഡ്യൂട്ടി സമയം. അപ്പോൾ 2 മണിക്ക് തീർത്ത് ആ ഡോക്ടർക്ക് പോകണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചില ഡോക്ടർമാർ ചിലപ്പം സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, രോഗികൾ നോക്കി വിടുന്നത്. അപ്പോൾ അത് നമ്മൾ മുന്നിലിരിക്കുന്ന രോഗിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. സാർ ഒന്നും കൂടിയും പറഞ്ഞാൽ കൃത്യമാവും തോന്നുന്നു. നമ്മുടെ സാധാരണ സാർ പഠിച്ച കോളേജ് ഞാൻ കർണാടകയിലെ പഠിച്ചത്, കാജമന്ദനവാസ് മെഡിക്കൽ സയൻസ്. അത് പഠിക്കുന്ന കാലത്ത് തന്നെ
എങ്ങനെ പണം സ്വരൂപിക്കാമെന്നാണ് ഏതൊരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം, എന്തുകൊണ്ട് ഒരു സർക്കാർ അത്യാവശ്യ സേവനകാലം കഴിഞ്ഞിട്ടും വീണ്ടും ഒരു സർക്കാർ ജോലിയെ പ്രിഫർ ചെയ്യുന്നു, പ്രൈവറ്റ് സർവീസിനെ പ്രിഫർ ചെയ്യാതെ എന്നുകൂടി പറഞ്ഞാൽ ഇതൊന്ന് ക്ലോസ് ആവും തോന്നുന്നു. അതിൽ വളരെ സന്തോഷകരമായ ഈ വെപ്പുവല്ല് സംവിധാനത്തെ പോലുള്ള കൂടുതൽ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ മനസ്സുകൂടി, നേരത്തെ വെൽനസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞതുപോലെ ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നല്ല സംതൃപ്ത ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ വളർത്തുകയും ചെയ്യാനാണ്. ഒരു മുസ്ലിം ആസ്പെക്റ്റിലൂടെ നോക്കിയാൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവർ, മോനെ എനിക്ക് പല്ലുണ്ടായിരുന്നെങ്കിൽ നന്നായി ഖുർആൻ ഓതാമായിരുന്നല്ലോ എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ടാകും. ആളുകളുടെ പല്ല് സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്, അതേപോലെ മറ്റു പലതിൻ്റെയും ഭാഗമാണ്. പല്ല് മാത്രമല്ല, ഇതേപോലെ ഒരുപാട് പ്രോജക്റ്റുകളെ ആരോഗ്യരംഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഗവൺമെൻറ് സർവീസ് ചെയ്യുന്ന ഡോക്ടർ തൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹ്യ സേവനമാണ് സാർ നടത്തുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. ഞാൻ +2 വരെ പഠിക്കുക, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പോലും എൻ്റെ മനസ്സിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കടക്കണമെന്ന് ചിന്ത ഉണ്ടായിരുന്നില്ല. ഞാനൊരു മലപ്പുറം തിരൂരാണ് എൻ്റെ വീട്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല മിക്ക മലപ്പുറം ജില്ലയായിരിക്കും. ഇപ്പോൾ മാറിയിട്ടുണ്ടാവും 10 വർഷം മുന്നൊക്കെ. അപ്പോൾ എൻ്റെ ഉപ്പർ പ്രവാസിയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് എന്തെങ്കിലും ഡിഗ്രിയൊക്കെ എടുത്ത് ദുബായിൽ പോയി പാപ്പാടെ കൂടെ നിന്ന് ജോലിക്ക് ചെയ്യാമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ എൻജിനീയറിംഗ് മേഖലയിലേക്ക് പോകേണ്ട ഒരാളായിരുന്നു ഞാൻ. എനിക്ക് കമ്പ്യൂട്ടർ IT ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ കുണ്ടൂർ ഉസ്താദാണ് എന്നെ ഈ മേഖലയിലേക്ക്, ഉസ്താദ് എന്നെ തിരിച്ചു വിട്ടത്. കാരണം ഉസ്താദ് പറഞ്ഞത്, ഞാൻ അങ്ങനെ +2 പഠിക്കുമ്പോൾ പോയപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, എന്നാൽ ഈ മെഡിക്കൽ മേഖലയിലേക്ക് പോയിക്കോ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഈ മേഖലയിലേക്ക് വന്ന് MBBS പഠനം കാലം കഴിഞ്ഞു. സർക്കാർ PSC പരീക്ഷ എഴുതി ജോലി കിട്ടിയപ്പോൾ ഞാൻ 2013 സർവീസ് കയറിയ ആളാണ്. അപ്പോൾ അന്ന് കയറുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള വിശ്വാസം, വയനാട് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ അമ്മോ ആദിവാസികൾ, ആന, മറ്റു വന്യശല്യങ്ങളുള്ള ഏരിയ എന്നുള്ള കോൺസെപ്റ്റിൽ പേടിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവണല്ലേ. ഞാൻ ഇപ്പോൾ എൻ്റെ ജീവനക്കാർ പറയുന്ന ഒരു വാക്കാണ്, ഒരു സർക്കാർ ജീവനക്കാരൻ്റെ സർവീസ് കാലയളവെന്ന് പറഞ്ഞത് 56 വയസ്സിൽ നിന്ന് 60 വയസ്സ് വരെയാണ്. ആ സർവീസ് കാലങ്ങളിൽ നമ്മൾ എന്താണോ നിങ്ങൾ ജോലി ചെയ്താലും ചെയ്യുന്ന ഉസ്താദ് സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ആ സർവീസ് കാലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ആ നല്ല പ്രവർത്തനങ്ങൾ അതായിരിക്കും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഓർക്കാനുണ്ടാവുക എന്ന് ഞാൻ പൊതുവായിട്ട് എൻ്റെ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റാഫ് മീറ്റിങ്ങിൽ പറയാറുണ്ട്. നമുക്ക് ജീവിക്കാനുള്ള ഒരു സാലറി സർക്കാർ നൽകുന്നുണ്ട്. ഉപരി ആഖിറം രക്ഷപ്പെടാൻ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ മേഖല അത് ചികിത്സാ മേഖലയായിരിക്കും. അത് ഏതുമായിക്കോട്ടെ, മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, യുനാനി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ. കാരണം നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷനോടൊപ്പം നമുക്ക് ആ രോഗികളുടെ അടുത്തുനിന്നോ അല്ല അവരുടെ ബന്ധുക്കളുടെ അടുത്തുനിന്നോ കിട്ടുന്നുള്ള പ്രാർത്ഥന അത് ഭയങ്കര ഫലം ചെയ്യും. കാരണം എനിക്ക് എൻ്റെ ആശുപത്രി ഇന്നൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ കഥ കൂടിപ്പോക്കും, എനിക്ക് കുറേ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ റീഹാബിലിറ്റേഷൻ വേണ്ടി തുടങ്ങിയ സംഭവമായിരുന്നു. നമ്മളെ പഞ്ചായത്ത് ധാരാളം കിടപ്പ് രോഗികളുണ്ട് അല്ലേ. ഒരു BP കൂടിയിട്ടോ ഷുഗർ കൂടിയിട്ടോ ശരീരം തളർന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, സ്വാതന്ത്ര്യം ക്ലബ്ബ് വഴി ഒന്ന് അന്വേഷിച്ച് നോക്കൂ, നടന്നു നോക്കൂ. അല്ല, പല വീടുകളിലും ആഹാരം പോലും സമയത്ത് കിട്ടുന്നുണ്ടാവില്ല. ഒരു ഭക്ഷണം ചിലപ്പോൾ സ്പോൺസർ കിട്ടും, പക്ഷെ ആ വീട്ടിലെ അവിടെ മക്കൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു നോട്ട് പുസ്തകമോ പെൻസിലോ കൊടുക്കാൻ ആളുണ്ടാവില്ല. ആ ഒരു പട്ടിണി ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ റേഷൻ കടയിൽ നിന്ന് 1 രൂപയുടെ അരിയെല്ലാം കിട്ടി കഞ്ഞി കുടിച്ചു പോകുന്ന. പക്ഷെ ആ വീട്ടിലെ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവില്ല. കാരണം ആ വീട്ടിൽ ഗൃഹനാഥൻ തളർന്ന് കിടക്കുകയാണ്. അവിടെയാണ് ഞാൻ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നിട്ട്
പഞ്ചായത്തുകളിൽ. കാരണം ഒരു കിടപ്പ് രോഗികൾക്ക് ദിവസേന ഫിസിയോതെറാപ്പി ചെയ്യാൻ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവർ നിയറസ്റ്റ് ഉള്ള സെൻറ്ററുകളിൽ ഈ സേവ ലഭ്യമാക്കുകയാണെങ്കിൽ ഒരു ബെഡിൽ കിടക്കുന്ന ഒരാളെ ഫിസിയോതെറാപ്പി ചെയ്ത് അയാൾ വീൽ ചെയറിൽ ഇരുത്തി അയാൾക്ക് പെട്ടിക്കട തുറന്ന് കൊടുക്കാൻ സാധിച്ചാൽ അയാളുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ വരുമാനം അവിടുന്ന് വരും. അപ്പോൾ ഇങ്ങനെ ധാരാളം രോഗികളെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ റീഹാബിലിറ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രോഗികളൊക്കെ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറെ മറക്കില്ല നിങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും. ആ ഒറ്റ വിശ്വാസമാണ്, എന്താ പറയുക, നാളെ ആഗ്രഹം രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അത് പറയാനുള്ളത്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഉപ്പയുടെ എൻ്റെ എളാപ്പ ലണ്ടനിലാണ്. എനിക്ക് വേണമെങ്കിൽ പ്ലാബ് പരീക്ഷ എഴുതിയിട്ട് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷെ നാളെ മരിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഞാൻ എന്ത് സേവനമാണ് ചെയ്ത് കൊടുത്തതെന്ന് പറയുമ്പോൾ ഞാൻ കൈമലർത്തി. ഇന്നും എൻ്റെ നാട്ടുകാർ, മലപ്പുറം തിരൂർ എൻ്റെ നാട്ടുകാർ എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും അവരോട് പറയുന്നത് എനിക്ക് ഇഷ്ടം വർക്ക് ചെയ്യാൻ വയനാട് ജില്ലയാണ്. കാരണം നിങ്ങളെക്കായും ബുദ്ധിമുട്ടുള്ള ജനവിഭാഗമാണ് ഇന്ന് വയനാടുള്ളത്. അത് ഇൻഷാ അല്ലാ പടച്ച റബ്ബ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ വീണ്ടും നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നാലും നമുക്ക് വീണ്ടും കാണാം. ഏത് വിപ്ലവത്തിൻ്റെയും പിറകിൽ ഒരു സൂഫി മനസ്സ് കാണാം, സൂഫിയെയും കാണാം. പ്രത്യേകിച്ച് കൊണ്ടൂർ ഉസ്താദിനെ കേൾക്കുമ്പോൾ ഇതൊരു യാദൃശ്ചികമായിട്ടായിരിക്കും. ഈ സ്ഥാപനത്തിൻ്റെയും ആദ്യകാല പ്രസിഡൻറ്റ് കൊണ്ടൂർ ഉസ്താദായിരുന്നു. അതേപോലെ ഇത്തരം ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു സംവാദത്തിന്, ചർച്ചയ്ക്ക് ഇടമൊരുങ്ങുകയും എന്നാലും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത സാറിന് എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. അള്ളാഹു കബൂലാക്കട്ടെ.